തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമാണ് തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. വളരെ പരിചിതമായ വാക്യശകലമാണ്. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങളിൽപ്പെട്ടതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ഉം 2-ഉം ലേഖനം. സാധാരണ ഈ ഭാഗം സംസാരിക്കുമ്പോൾ മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾക്കത് അറിവുള്ള കാര്യങ്ങളുമാണ്. അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ഉം 2-ഉം ലേഖനം. ഈ 2 ലേഖനത്തിൽ നാം പഠിക്കുമ്പോൾ ഈ 2 ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം പ്രത്യക്ഷത എന്നുള്ളതാണ്. പ്രത്യക്ഷത. 2 ലേഖനത്തിലെയും പ്രധാനപ്പെട്ട വിഷയം പ്രത്യക്ഷത. അത് 2 പേരുടെ പ്രത്യക്ഷത. ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അന്തിക്രിസ്തു എന്ന് സാധാരണ ചിലർ പറയാറുണ്ട്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ശരിയായ പ്രയോഗം എതിർ ക്രിസ്തു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നന്ന്. പിന്നെ നമുക്കും നമ്മളെ പോലുള്ള ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകാനായി അന്തിക്രിസ്തു അന്തിക്രിസ്തു എന്ന് ചിലർ പറയുന്നത്. ഇനിയിപ്പോൾ അത് പറഞ്ഞൊരു ഉടക്കൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ 2 ലേഖനത്തിൽ 2 പ്രത്യക്ഷത, അത് 2 പേരുടെ പ്രത്യക്ഷത. 2 പേര്, ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതിന് തെളിവിന് വാക്യം 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ചടികടാന്ന് വായിക്കുന്ന ഒരു സഹോദരിയും കൂടെ അടുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. തന്നെയല്ലൊരു മൈക്കിന്റെ സ്റ്റാൻഡില്ലെന്ന് തോന്നില്ലയോ? ഉണ്ടെങ്കിൽ പാത്ത് വെച്ചേക്ക്. അത് കേടാണോ? കുഴപ്പമില്ല, ഇനി അവര് അല്ലെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അത് കുഴപ്പമില്ലേ? ഒരു കൈ കൊണ്ട് മൈക്ക് പിടിക്കുകയും ഒരു കൈക്ക് താള് മറിക്കുകയും ചെയ്യുമ്പോൾ താമസം വരും. അപ്പം 2 പേരുടെയും കൂടെ നടുക്ക് വെക്കണം. മൈക്ക് അങ്ങ് വെച്ചു കൊടുത്ത് 2 പേരുടെ നടുക്കിരിക്കണം. അപ്പം ഇന്ന് മിക്കവാറും വാക്യം വായിച്ച് ഊപ്പാട് വരും. അപ്പം അതുകൊണ്ട് ചടിയിടാന്ന് വായിക്കണം. മതി, അത് താഴെ പോകരുത്. അതെ, ഇതിൻ്റെ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇച്ചിരി അടുത്ത് വെച്ചാൽ പോരെ. അല്ല മുന്നോട്ട് ഉച്ചകുത്തി കിടക്കുകയല്ലേ അവിടെ. എന്നാലും ഒന്നിച്ചിവിടെ വെച്ചോ. അത് അങ്ങോട്ട് പോകുകയല്ലല്ലോ. എന്നാ കുഴപ്പമില്ല. തൊടരുത്, ഉച്ചയും കുത്തി അങ്ങോട്ട് വരും. അങ്ങായിരുന്നു വായിച്ചാണ്. അപ്പോൾ 2 ലേഖനത്തിൽ 2 പ്രത്യക്ഷത, അത് 2 പേരുടെ പ്രത്യക്ഷത. ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് ദൈവദാസി ആ വാക്യം വായിച്ചത്. ഒന്നുകൂടെ ആ വാക്യം വായിച്ചോ. 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത മതി. എതിർ ക്രിസ്തുവിന് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പല പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, പേരുകൾ. അധർമ്മമൂർത്തി, നാശയോഗ്യൻ, എതിരാളി, എതിർ ക്രിസ്തു, വരുവാനുള്ള പ്രഭു, തുമ്പുകെട്ട ഇടയൻ. സ്വഭാവം അനുസരിച്ചായി പേര് കൊടുക്കുന്നത്, ഇല്ലയോ? അല്ലേ?
ഏഴംകുളം സാൻകുട്ടിയുടെ പാളം തെറ്റിയ തീവണ്ടിക്കകത്ത് പല പേരുകൾ പരാമർശിക്കുന്നു. അത് നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. അതിലൊരു പേരാണ് മറുഭാഷ മറിയ. കാരണം നല്ലതുപോലെ മറുഭാഷ മറി. സ്ഥലവും സഭയൊന്നും പറയത്തില്ല. ഒരു സഭയിൽ ധാരാളം ശമുവേലുമാരുണ്ട്. അപ്പോൾ അതിലെ ഒരു ശൗമേലിന് പിള്ളേരായിരിക്കും ഇട്ട പേരാണ് വഴക്കാളി ശൗമേൽ. എപ്പോ യോഗത്തിന് വന്നാലും വഴക്കുണ്ടാക്കാതെ പോവുകയില്ല. സ്വഭാവം അനുസരിച്ച. വേറൊരു സഹോദരിയുടെ പേര് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നൊണമേരിയുടെ വീട്ടിലാന്നോ യോഗം എന്ന് പറഞ്ഞാൽ തള്ള വന്നാൽ നുണയൊപ്പിക്കാതെ പോവുകയില്ല. ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്ര ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എതിരാളി ഇവൻ എതിർ ക്രിസ്തു, യേശു ക്രിസ്തുവിനെതിരാ പ്രവർത്തനവും പരിപാടിയും സകലതും. അതെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, ഇനിയും പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഒന്നാം ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം, ഒന്നാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായങ്ങളിലും പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ക്രമത്തിൽ രണ്ടുപേരും കൂടെ വായിച്ചു തരണം. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യവും 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിന്റെ 13 മുതൽ ഇപ്പോൾ വായിച്ച കുറുവാക്യം വരെയും 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യങ്ങളും മാറി മാറി വായിച്ച് ക്രമത്തിൽ സഹായിച്ചാട്ടെ. ഞങ്ങൾക്കു നിങ്ങളുടെ അടുക്കൽ എങ്ങനെ ബായിക താത്തു വെക്ക്. ബായിക തടസ്സമായിട്ട് വരും. അത് താത്തു വെക്ക്. എന്നാ വായിച്ചോ. അങ്ങനെ വായി. ഞങ്ങൾക്കു നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് ഒരു താല്പര്യവും ഇല്ല. യേശു വരുമെന്ന്. വരുമേ തിരുവായി മൊഴിഞ്ഞവനരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നതാ. സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നതാ. നവയറുജലം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ നവയറുജലം മഹിമ ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ. സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവനരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു പ്രത്യക്ഷപ്പെടും. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ
യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. അപ്പോൾ ഈ വാക്യത്തിലും വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു പ്രത്യക്ഷപ്പെടും. ഇനി 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാവുന്നോട് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. ഒറ്റ വാക്യം പറഞ്ഞാൽ ഈ പ്രത്യക്ഷത അവിടുത്തെ രണ്ടാം വരവിന്റെ 2-ാം ഘട്ടമാണ്. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പിന്നീട് വരാം. അപ്പോൾ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ ഉള്ള തിരുവെഴുത്തുകൾ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഇവിടെയും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നാണ് 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തുകളിൽ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവിടെയും ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇടയ്ക്ക് കയറി പറയാം, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. തിരുവചനത്തിൽ അങ്ങനെ ഓർപ്പിക്കുന്നത്, ക്രിസ്തു നമ്മുടെ സമാധാനം. അതുകൊണ്ട് സമാധാനം കിട്ടാൻ മദ്യത്തിന്റെ പുറകെ പോകരുത്, മയക്കുമരുന്നിന്റെ പുറകെ പോകരുത്, ലഹരി പദാർത്ഥം അതൊക്കെ അല്പനേരത്തെ സുഖം തരുന്നെന്ന് പറയുന്നു. ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയത്തില്ല കൃത്യമായിട്ട്, എങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവര് അങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ ഒരു ഉപദേശം പറയുന്നത് ഒരു പിമ്പിരിയാണ്, എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, ഇതെല്ലാം താൽക്കാലിക സുഖങ്ങളാ തരുന്നത്. സ്തോത്രം. എഴുത്തച്ഛൻ രാമായണത്തിലെ പണ്ട് സ്കൂളിൽ പഠിച്ചത് ഒരു വരി കൊടുത്തിട്ടുണ്ട്. ഭോഗങ്ങളോരോ ജനപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ സംതപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിപം മർത്യജന്മം രണഭങ്കുരം മയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള നിരുദ്രുവം ദേഹോഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാര നിരൂപിച്ചതെന്തവജ്ഞാനമല്ല ഇതെന്നറിയ നീ. ലക്ഷ്മണോപദേശമാണ്. അപ്പൊ അതിലെ ആദ്യത്തെ വരി, ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം. ഇവിടുത്തെ ഇതെല്ലാം ക്ഷണപ്രഭയാ. ഈ മിന്നൽ പിണര് പോലെ അധിക നേരം മിന്നൽ ഒത്തിരി നേരം നിൽക്കുന്നില്ലല്ലോ. കുടിച്ചു കഴിയുമ്പോൾ കണ്ടമാനം അടിച്ച്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ എന്താ അതിന് പറഞ്ഞത്, വേറെ ഭാഷയാ പറഞ്ഞത്, അടിച്ച് ആർക്കും ഒന്നും അറിയാൻ മേല അടിച്ച് നീ ഇതിലെ കോൺ തെറ്റി നടന്നതാ, യേശു നിന്നെ രക്ഷിച്ചതാ. ഇതിനകത്ത് വന്നിട്ടും ചിലരടിച്ചവര് കണ്ണും ചെറിയൊക്കെ കാണുമ്പോ അറിയാം, പിന്നെ ആരും തീർത്ത് പറയുന്നില്ലെന്നേ. അപ്പൊ എന്തായാലും കൊള്ളാം, മദ്യം അല്പസമയത്തെ സുഖമാണ്, അതെല്ലാം അങ്ങനെ തന്നെ. എന്നാൽ സാക്ഷാൽ സമാധാനം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുഷ്യവർഗത്തിന് സമാധാനം. ക്രിസ്തു നമ്മുടെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കൊല്ലുന്ന ദൈവമല്ല, നിന്നെ സംഹരിക്കുന്ന ദൈവമല്ല.
അവിടുന്ന് ഇങ്ങനെ സംഹാരമൂർത്തിയായിട്ട് നിൽക്കുകയല്ല. അവിടുന്ന് ജീവൻ തരുന്ന ദൈവമാണ്, സമൃദ്ധിയായ ജീവൻ തരുന്ന ദൈവമാണ്. യേശു ആരെയും കൊന്നിട്ടില്ല, ചത്തവരെയെല്ലാം അവിടുന്ന് ഉയർപ്പിച്ചാ പോയത്. ഉയർപ്പിച്ച് അവസാനം പുള്ളിയും ചത്തുപോകുകയല്ല, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. അതാ യേശുവിന്റെ വിശേഷത. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഒന്നുകൂടെ വാക്യം വായിച്ചു, വേറൊരു കാര്യം പറയാനോ, ഒന്നുകൂടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ദേഹവും ആത്മാവും പ്രാണനും ദേഹവും അശേഷം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വൃക്ഷത്തെ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഒന്നുകൂടെ വായിച്ചേ, 23 മുതൽ. സമാധാനത്തോടെ വായിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട. ഞാനൊന്നും ചെയ്യത്തില്ല. അഥവാ ഒരു അപാകത വന്നാലും നമുക്ക് പരിഹരിച്ചു പോകാം. ശാന്തമായിട്ട് സമാധാനത്തോടെ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. മുഴുവൻ ഏതൊക്കെയാണ് അടുത്ത വാക്യത്തിൽ? ആത്മാവും പ്രാണനും ദേഹവും. ദൈവം വെച്ച ഓർഡർ കണ്ടോ? ആത്മാവ്, പ്രാണൻ, ദേഹം. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ. ഞാനും നിങ്ങൾ ചിലരും ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രാർത്ഥനാ വേളയിലൊക്കെ അങ്ങനെ ഓർഡർ തെറ്റിയാ പറയുന്നത്. കർത്താവേ, എങ്ങനെ നമ്മൾ പറഞ്ഞേ? ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പക്ഷെ ഇവിടുത്തെ എങ്ങനെ ഓർഡർ? ആത്മാവ്, പ്രാണൻ. നമ്മൾ ആദ്യം കൊടുത്തേക്കുന്നതോ ദേഹം, ദൈവം വെച്ചിരിക്കുന്നതോ? നിങ്ങൾക്ക് മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം ഓർഡർ തെറ്റിക്കുകയല്ല, ഓർഡർ തെറ്റിയായി ജീവിക്കുന്നത്. അല്ല, യാതൊരു സമാധാനമില്ലല്ലോ. വീടുകളിൽ സമാധാനമില്ല, കാരണം ഓർഡർ തെറ്റി ഇല്ലേ? പറ. ഒരു കുടുംബിനി ആ വീട്ടിൽ അതിൻ്റെ ഓർഡറായിട്ട് വേണം പോകാൻ. അത് രാവിലെ അസുഖങ്ങളും മറ്റ് ദീനവും ദണ്ണവും ഒന്നുമില്ലെങ്കിൽ അത് രാവിലെ എഴുന്നേക്കണം. അങ്ങനല്ലേ? കുടുംബനാഥനും അത് രാവിലെ. ഇപ്പം മിക്ക വീട്ടിലും വെളുപ്പിനെ എഴുന്നേപ്പില്ല, കാരണം ഈ മൊബൈലിൽ പണി നടത്തി അവസാനം 2:30-3 ആകുമ്പോഴാ. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന പോലും ചില വീടുകളിൽ ചിലരെ മൊബൈൽ വെച്ച് ചവണാക്കി അവരും കിടന്ന് ഉറങ്ങി. അതവിടെ കിടന്ന് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റെന്നാ, യോശുവയ്ക്ക് അധികാലത്ത് എഴുന്നേറ്റെന്നാ, ആ സഹോദരിമാരും അധികാലത്ത് കല്ലറിലോട്ട്. നമ്മൾ വെളുപ്പിനെ പാടുന്നൊരു പാട്ടില്ലേ, മക്തൽമേരി അതിരാവിലെ സഹോദരിമാര് പാടിക്കുക. പാട്ടറിയാവുന്നറിയട്ടെ, ഒന്ന് എടുത്ത് പാടിക്കേ. നന്നായിട്ട് പാടിക്കും. മക്തൽമേരി അതിരാവിലെ കൂട്ടരു അവിടെ അവിടെ 7 പിന്നെ കൊടുക്കാം. പാട്ട് തെറ്റിക്കാരെ പാടിക്കേ. മക്തൽമേരി അതിരാവിലെ കൂട്ടരുമായങ്ങേ. അവിടെ ശരിക്കും പാടിയ ഇന്ന് പാടിക്കാതെ ഈ യോഗ മുമ്പോട്ട് പാടിക്കേ. മക്തൽമേരി ആദിരാവി സഹോദരിമാര് ആട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിലയിടത്ത് എല്ലാവരുമല്ല, നിങ്ങൾ ചില പാട്ടുകാരെയൊക്കെ ശ്രദ്ധിച്ച് എല്ലാം ശ്രദ്ധിക്കത്തില്ല. അടുത്ത കാലത്ത് നിങ്ങൾ അത് ഏത് വർഷമാണ് ഞാൻ കഴിഞ്ഞ
ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പാ. കുമ്പനാട്ട് തന്നെ അന്ന് അതിൻ്റെ ഓർമ്മ. അടിയിച്ച് പെരുക്കി പാടുക, ഭയങ്കര അന്തരീക്ഷമാണ്. അപ്പം പാടുന്ന ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ്. എല്ലാം അതിന് പ്രത്യേക സംഗീതം, പിന്നെ അതിൻ്റെ ലീഡറിന് എന്ത് വേറെ പേര് കൊടുക്കല്ലോ, എന്തുവാ വർഷിപ്പിൽ, അതൊക്കെ ഈ അടുത്ത സമയത്തൊക്കെ വന്നത്. അത് പോട്ടെ. മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് അപ്പം ഡയറക്ടറും കൂടെ നിന്ന് പാടുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. തൻ തിരുനാമത്തിനായി മുമ്പിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ച നിങ്ങളെ കറക്റ്റ് പാടി. അപ്പൊ അവിടെ പാടുക, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ വന്നു ബന്ധിതരാക്കി അധർമ്മികള അവർക്ക് അന്തം വരൂ. അടിയിച്ച് പെരുക്കി പാടുക. പാടുന്നവനും വെളിവില്ല, മ്യൂസിക് ഡയറക്ടർക്കും യാതൊരു അതിന് ബോധവേ ഇല്ല. കാരണം പുസ്തകത്തിലും അങ്ങനെ വാക്യം, അവർക്കൊരു ബോധവും ഇല്ലെന്ന്. അതേസമയം പഴയ പിതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരന്നാലും അത് കറക്റ്റ് ചെയ്യും. അത് പാടി ആത്മാവിൽ അങ്ങ് നൃത്തം ചെയ്യുക. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് അടിച്ചു പെരുക്കി ഇനി അറിയാവുന്ന രണ്ടുപേരിടയ്ക്കുണ്ടെങ്കിൽ അവർക്ക് പറയാൻ വിടവ് പോലും കൊടുക്കുകയില്ല. അഥവാ പറഞ്ഞ ബൈക്കുട്ടി അങ്ങനെ മിണ്ടാതിരിക്കുക, അന്തരീക്ഷം കെടുത്തരുത്, സാന്നിധ്യം. അവിടെ നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ശ്രദ്ധിക്കുക, അതിരാവിലെ എഴുന്നേറ്റു. അപ്പൊ രാവിലെ ദൈവസന്നിധി എഴുന്നേക്കുന്നത് നല്ലതാ. അപ്പൊ എവിടെയും ഓർഡർ തെറ്റിക്കരുത്. ഒരു വീടിന് അതിന്റെ ഓർഡർ ഉണ്ട്, ഒരു സഭ അതിന് അതിൻ്റെതായ ഓർഡറിൽ പോകണം, ഒരു ശുശ്രൂഷ അത് അതിന്റെ ഓർഡറിൽ പോകണം. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഉചിതമായിട്ടും ക്രമമായിട്ടും. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, ഉചിതമായിട്ടും ക്രമമായി. ഡീസലി അതിന്റെ ഓർഡറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ടും അതിന്റെ ഓർഡറിൽ പോകണം. ഇത് ചിലയിടത്ത് യാതൊരു ഓർഡറില്ല. ഇവിടെ ദൈവം വച്ചിരിക്കുന്ന ഓർഡർ കണ്ടോ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, അതാ ദൈവത്തിന്റെ ഓർഡർ. പക്ഷെ നമ്മൾ നേരെ തല തിരിച്ച ദേഹം ദേഹി ആത്മാവ്. വചനത്തിന്റെ ചിട്ട ഓർഡർ ആദ്യം ആത്മാവിന് പ്രഥമ സ്ഥാനം, പിന്നെ ദേഹി, ഒടുവിൽ ദേഹം. നമ്മൾ ആദ്യം ദേഹത്തിനാ. ഈ കാനോച്ചൻ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോ കടമെടുക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ നല്ല പ്രയോഗങ്ങൾ നടത്തും, അത് വളരെ നല്ലതാണ്. അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, ഞാനും നിങ്ങളുമെല്ലാം ആത്മരക്ഷയിലാ തുടങ്ങിയത്. നമ്മുടെ തുടക്കം അങ്ങനായിരുന്നു. എങ്ങനെ? ആത്മരക്ഷ. ഇറങ്ങിയപ്പം ആരെ കണ്ടാലും സുവിശേഷം പറയും, ഒരു ലഘുലേഖയെങ്കിലും കൊടുക്കും. അവസരം കിട്ടിയ ഒരു വീട്ടിൽ കയറി യേശുവിനെ പറ്റി പറയും. ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാളിനെ സംസാരിക്കാൻ സാവകാശം ലഭിച്ച സുവിശേഷം പറയും. എവിടെ പോയാലും അന്ന് യോഗത്തിനാണെങ്കിലും നമ്മൾ 10 മണിക്കത്തെ സഭായകമാണെങ്കിൽ 9:45 പെയ്ത്തോമിൽ എത്തും. മുട്ടയിലിരിക്കും. ഇപ്പോൾ ആ കസേര സാഹചര്യമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ഞാൻ എതിർക്കുന്നില്ല. മുട്ടയിലിരിക്കും, പ്രാർത്ഥിച്ചങ്ങോട്ട് നിർത്തിയ ഉടനെ പാട്ട് പാടും. ആത്മരക്ഷയിലാണ് തുടങ്ങിയത്. അന്നൊക്കെ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ നല്ല സാക്ഷ്യങ്ങൾ കേൾക്കാം. സാക്ഷ്യത്തിനുള്ള സമയമാണെന്ന് പറയുമ്പോൾ പഴയ അമ്മച്ചിമാരൊക്കെ നല്ല വെടിച്ചില് പോലെ പാട്ട് പാടി അങ്ങോട്ട് എഴുന്നേക്കുന്നത്. അത് കേൾക്കാനും ഒരു അനുഗ്രഹമാണ്, സാക്ഷ്യം ഒരു വളരെ അനുഗ്രഹമാണ്, വിടുതല. അന്നത്തെ സാക്ഷ്യം ഇന്നത്തെ സാക്ഷ്യം ഞാനങ്ങ് പറയുക, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. അന്നത്തെ സാക്ഷ്യം ഇങ്ങനെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സുഖമില്ലാതെ വളരെ ഭാരപ്പെട്ടു. വെള്ളിയാഴ്ച അസുഖം വല്ലാതെ മൂർച്ഛിച്ചു. ശനിയാഴ്ച ആമൻ എൻ്റെ ജീവൻ പോകുമെന്ന് പോലും ഞാൻ കരുതി. പക്ഷേ പിള്ളേരും അച്ചായനും കൂടെ പ്രാർത്ഥിച്ചു. ഉപദേശി ആളിനെ വിട്ട് വിളിപ്പിച്ചെന്ന്, ഫോണില്ല, ആള് വിട്ട് വിളിപ്പിച്ചു. ഉപദേശി രാത്രി വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാം കൂടെ ജാഗരിച്ച് പ്രാർത്ഥിച്ചു. യേശു എന്നെ സൗഖ്യമാക്കി. ആമൻ ഈ ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ ഇടയായതിൽ ദൈവത്തിന് മഹത്വം. ഇതാ അന്നത്തെ സാക്ഷ്യം. ഇന്നത്തെ കുഞ്ഞാച്ചമ്മ എഴുന്നേറ്റ് സാക്ഷി പറയുന്നത്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, വളരെ ക്ഷീണാവസ്ഥയിലാണ്, ദീർഘവർഷങ്ങളായിട്ട് കർത്താവിനെ സേവിക്കുന്നെങ്കിൽ ഇതുവരെ ഒരു വിടുതൽ നടന്നിട്ടില്ല. ഈ മക്കളെല്ലാം പ്രാർത്ഥിക്കണം. തന്നെയുമല്ല, ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. ദൈവമക്കളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി
ഡോക്ടർ ചാണ്ടിനെ കാണാനാണ് പോകുന്നത്. തടസ്സം കൂടാതെ ചാണ്ടിയായിട്ട് കാണുവാനും മരുന്നെല്ലാം കുറിച്ച് തരുവാനും അത് ഓർഡർ കഴിക്കുവാനുള്ള കൃപ. നിങ്ങൾ ഇതിന്റെ വ്യത്യാസം കണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. മിണ്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. രോഗിക്ക് നല്ല വൈദ്യനാമവൻ നിനക്കനാരദം. രോഗിക്കു നല്ല വൈദ്യന അവൻ നിനക്കനാരദം. വൈകുന്ന നന്മകൾ കൊരന്തമില്ലതൻ ദയാവരം. വൈകുന്ന നന്മകൾ കൊരന്തമില്ലതൻ ദയാവരം. കാക്കുന്നവൻ കൃപാകരം. ചേർക്കില്ലതെല്ലൊരാമയം സ്തുതിച്ചിടാ. കാക്കുന്നവൻ കൃപാകരം. ചേർക്കില്ലതെല്ലൊരാമയം സ്തുതി. എന്നന്തരംഗമേയവന്റെ നന്മകൾ മറപ്പതോ. എന്നന്തരംഗമേ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്കനി. എന്നുള്ളമേ സ്തുതിക്കനി. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ആരെ കുറ്റം പറഞ്ഞതല്ല, തെറ്റിദ്ധരിക്കരുത്. അന്നും ഇന്നുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞതേ ഉള്ളൂ. പണ്ട് രണ്ട് വിശ്വാസി സഹോദരന്മാർ തമ്മിൽ കണ്ടാൽ, അല്ലെ സഹോദരിമാർ തമ്മിൽ കണ്ടാൽ, അമ്മാമ്മ ആ വാക്യം ഏതാ? ഞാനങ്ങ് മറന്നുപോയി. മധ്യസ്ഥത യേശു മാത്രമാണെന്നുള്ള വാക്യം. സ്തോത്രം. ആ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നത് സൂര്യനോടാണെന്നുള്ള വാക്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഇത് പണ്ട് ഉദാഹരണമാണ്. രണ്ട് വിശ്വാസി തമ്മിൽ കണ്ട ഇതാ. ഇപ്പൊ ചോദിക്കുന്നേ, പാസ്റ്റർ ആ ഡോക്ടറുടെ പേരേതാ നിങ്ങൾ പോകുന്നേ? ആ മരുന്നിന്റെ പേര് അത് പിന്നെ പനിക്ക് ഡോളയാണോ അതാ പിന്നെ പാരസെറ്റമോളാണോ? കുറ്റം പറഞ്ഞതല്ല, വ്യത്യാസപ്പെടുത്തിയെന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ അച്ഛൻ പറഞ്ഞത് കടമെടുത്ത് വീണ്ടും പറയാം. ആത്മരക്ഷയല്ല നമ്മൾ തുടങ്ങിയത്. ഞാൻ നിങ്ങളുമെല്ലാം ആത്മരക്ഷ തുടങ്ങിയതാ. നമ്മൾ ഈ പെന്തിക്കോസ് വന്നപ്പോ അന്ന് കള്ളം പറയത്തില്ല. ഇപ്പൊ നമ്മൾ സത്യം പറയുകയില്ല. അന്ന് കള്ളം പറയത്തില്ല, ഇന്ന്. അന്നൊക്കെ ചില അപ്പച്ചന്മാരുടെ സഹോദരിമാരുടെ ഒന്നും അടുത്തിരിക്കാനൊക്കെ. ഞങ്ങളുടെ സഭയിലൊരു ദൈവദാസനുണ്ട്, ചന്ദ്രൻ പാസ്റ്റർ. നന്നായിട്ട് കൈയടിക്കും. ഞാൻ പറയാം, പുള്ളി കൈയടിക്കുന്നതിന് വിടവിലെങ്ങാൻ നീ പപ്പടം പൊടിയും പോലെ പൊടിയും. സ്തോത്രം. ഇപ്പൊ അങ്ങനെ ഈ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ലോ കേട്ടോ, ഞാനും പ്രതിയായിട്ടാ. ഇപ്പൊ അങ്ങനെ കൈയടിച്ചൊരു ആരാധന ചെലണങ്ങൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക, ഈ തൂങ്ങിച്ചത്തതുപോലെ. ജീസസ്. നമ്മൾ ചില കടയിലോട്ട് വാഴപ്പഴം മേടിക്കാൻ ചെല്ലുമ്പോൾ കൊലയെല്ലാം കെട്ടിട്ട് നമ്മൾ മുട്ടുമ്പോൾ അത് കടന്നിങ്ങനെ ആടുന്ന കണ്ടിട്ടില്ലേ? ഒത്തിരി വ്യത്യാസമായി. ആത്മരക്ഷയിലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ വന്ന് ദേഹരക്ഷയിലാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. അന്ന് നമ്മൾ മുട്ടയിലിരുന്ന് ആത്മാവിൽ നിറയും. ഇന്ന് മുട്ടയിലിരിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല ആർക്കും. സ്തോത്രം. അന്ന് പണ്ട് കാലത്ത്, ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, ഞായറാഴ്ച രാവിലെ പിള്ളേർക്ക് പോലും ഭക്ഷണം കൊടുക്കുകയില്ല. അത് ഉപദേശമൊന്നുമല്ല, ഒരു രീതിയാണ്. ഇന്നോ കഴിക്കാവുന്നതിന്റെ പരമാവധി കഴിച്ചാൽ ഞായറാഴ്ച വന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. അടിച്ചു പെരുക്കാവുന്നതിന്റെ ഒരു കുറ്റിപ്പൊട്ടും 2 മുട്ടയും അതിനെടുത്ത അരുതാഴികളെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ ഇരിപ്പ് കാണുമ്പോൾ അഴിച്ച് പെരുക്കുക ചെയ്യും വന്നിരിക്കുന്നെന്ന്. ഞാൻ കുറ്റമായിട്ടല്ല ഈ പറഞ്ഞത്. രാവിലെ ഭക്ഷണം കഴിച്ച് തെറ്റാന്നുമല്ല പറഞ്ഞത്. നമ്മുടെ വ്യത്യാസം വന്ന കാര്യമായി പറഞ്ഞു. പണ്ട് പിള്ളേർക്ക് പോലും കൊടുക്കുകയില്ലായിരുന്നു. ഇല്ലാഞ്ഞിട്ടല്ല, ചില വീട്ടിൽ ബുദ്ധിമുട്ടും കാണും, ചില വീട്ടിൽ സാവകാശം ഉണ്ട്. എന്നാലും ആരാധനയ്ക്ക് അതങ്ങനെ. സ്തോത്രം. പിണങ്ങായിരിക്കാമെങ്കിൽ പറയാം. പണ്ട് പഴയ പെന്തിക്കോസുകാർ പറഞ്ഞുള്ള അറിവാ.
ഞാൻ പഴയ ബന്ധിക്കോസ് അല്ല, പിന്നെ പഴമക്കാർ പറഞ്ഞുള്ള അറിവ്. പണ്ട് കാലത്ത് ഈ മരുന്നെടുക്കുന്നവർക്ക് കർത്തൃമേശ കൊടുക്കുകയല്ലായിരുന്നു. ഇവര് കൊടുക്കത്തുമില്ല, അവരൊട്ട് എടുക്കുകയില്ല. സ്തോത്രം. അതാ പണ്ടത്തെ പെന്തിക്കോസ് ഇപ്പോഴത്തെ പെന്തിക്കോസുമായിട്ട് ഒത്തിരി വ്യത്യാസം. ദൈവത്തിന് മഹത്വം. പണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം വന്ന് നേരെ പറഞ്ഞേക്കുന്ന ഒരു കാരണവശാലും ഫാസ്റ്റിംഗ് എടുക്കരുത്, കാരണം മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ആൾക്കാരങ്ങനെ നമ്മൾ പേടിപ്പിക്കുകയും ചെയ്യും. കുറഞ്ഞ പക്ഷം ഒരു ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കണം. നടക്കുന്ന കേസല്ലെന്നാ അവർ പറയുന്നത്. ഒത്തിരി വ്യത്യാസമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വെറുതെ എന്തിനാ ഇവിടെ വന്ന് ആകെ ഒരു ദിവസത്തെ യോഗം ആരോഗ്യം ഉണ്ടാക്കി പോകണ്ട. വ്യത്യാസമാണ്. ആദിമാസ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുമോ, ആദിമാസ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുമോ, ദൈവവിശ്വാസമോ കേവലം പേനു മാത്രമാ, വന്നാലും നിന്നാലയേ വന്നാലും ഈ ഭാവിയേ, വന്നാലും നിന്നാലയേ വന്നാലും ഈ ഭാവിയേ, തവ വാക്തം പോൽ സ്വർഗ താതാ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളെ ഉണർവാരുൾകയും നേരം, ആത്മതേജസ്സിനാലേ നേവാ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവാരുൾകയും. ദൈവത്തിന് മഹത്വം കൊടുക്ക.